ഹലോ ഫ്രണ്ട്സ്, എന്തുകൊണ്ട് വിശേഷം? നമ്മൾ നോക്കാൻ പോകുന്നത് ഓറിയോ ചോക്ലേറ്റ് കേക്കാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ആകെ 3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഒന്ന് ഓറിയോ ബിസ്ക്കറ്റ്, പിന്നെ ബേക്കിംഗ് സോഡ, പിന്നെ 1 കപ്പ് പാൽ. ഈ 3 സാധനം വെച്ച് നല്ലൊരു കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ അടുത്ത് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് മൊബൈലിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ഈ ഓരോരോ ബിസ്ക്കറ്റായിട്ട് അതത്രേ കിട്ടിയുള്ളായിരുന്നു. പിന്നെ കിട്ടിയത് ഇതുപോലത്തെയാണ്, ഈ ക്രീമി ബിസ്ക്കറ്റാണ്. നമ്മളിത് എല്ലാം കൂടെ വെച്ച് ഒരു കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ചുള്ളത് നല്ല പൗഡറാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ബൗളിലോട്ട് മാറ്റുകയാണ്. ഇപ്പോൾ സാധാരണ ഓറിയോ ബിസ്ക്കറ്റാണ് നമ്മൾ പൊടിച്ചെടുത്തത്. പക്ഷെ വേറെ ഉള്ളത് ക്രീം കവേർഡ് ആയിട്ടുള്ള ബിസ്ക്കറ്റാണ് നമ്മുടെ ഉള്ളത്. ഇനിയിപ്പോൾ അത് പൊടിയായിട്ട് കിട്ടത്തില്ല, നമ്മൾ അതും കൂടെ ഒന്ന് എടുക്കും. നമുക്ക് സാധാരണ ബിസ്ക്കറ്റ് കിട്ടാതെ നമ്മൾ ഇതാ വാങ്ങിച്ചേക്കുന്നത്. ഇത് ചോക്ലേറ്റ് മൊത്തത്തിൽ കവറായി വരുന്ന ബിസ്ക്കറ്റാണ്. അപ്പം പൊടിക്കാൻ പറ്റുന്നത് നമ്മൾ താഴെ പൊടിച്ച് വെച്ചേക്കുന്നത്. ഇത് പൊടിയായിട്ട് കിട്ടത്തില്ല, ഇതൊരു കുഴഞ്ഞ രൂപത്തിൽ കിട്ടും. എന്നാലും നമുക്ക് കുഴപ്പമില്ല, ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ പിന്നെ രണ്ടാമത് പൊടിച്ചെടുത്ത ആ ചോക്ലേറ്റ് കോട്ടഡ് ആയിട്ടുള്ള ബിസ്ക്കറ്റാണിത്. നമ്മളിത് സാധാരണ ഓറിയോ ബിസ്ക്കറ്റ് ഒരു 10 എണ്ണവും പിന്നെ ക്രീം കോട്ടഡ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. സാധാരണ ഓറിയോ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വരുന്നുണ്ട്, അതെടുത്താൽ മതി. ഞാൻ ഇതെല്ലാം കൂടെ ഒരു 25 ബിസ്ക്കറ്റ് ഉണ്ട്. ബാക്കി ചേർക്കേണ്ടതിനകത്ത് ചേർക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നു. നമ്മൾ ഇതുപോലത്തെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. കുറച്ച് വീതം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ബാറ്ററാക്കി എടുക്കാം. ഈ ഒരു രീതിയിൽ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും രീതിയിലെങ്കിലും വരണം. നമുക്കിനി അത് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് ഇത് മാറ്റാം. നമ്മളിങ്ങനൊരു പാത്രമാണ് എടുത്തേക്കുന്നത് ബേക്ക് ചെയ്യാൻ. അതിനകത്തോട്ട് ബട്ടർ പേപ്പറിൽ അല്പം ഗീ തേച്ചതാണ്. നമ്മളിതിനകത്തോട്ട് ഞാനത് അളവിന് മുറിച്ചതാണ്, ഇതിനകത്ത് ഇറക്കി വെക്കും. ഇതിനകത്തോട്ട് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ലെവലാക്കി കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു ലെവലാക്കിയിട്ടുണ്ട്. നമുക്കതിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ സ്റ്റീൽ പാനിനകത്ത് വെച്ചാണ് ഇത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിനകത്ത് ശകലം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ പാനിനകത്ത് ശകലം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ റിങ് ഇതിനകത്തോട്ട് ഒന്ന് ഇറക്കി വെക്കുന്നു. ആദ്യം ഇത് ചെറുതായിട്ടൊന്ന് ചൂടാവണം. നമ്മളത് അടച്ചു വെച്ച് ഇതൊന്ന് ചൂടാക്കുക. നമ്മളത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി തീ അല്പം കുറച്ച് വെച്ചിട്ട് ഇത് അതിനകത്ത് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനകത്ത് ഇറക്കി വെച്ചിട്ടുണ്ട്.
ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം എന്തോ ആയിട്ടുണ്ടെന്നറിയാം. ഇപ്പോൾ ഏകദേശം നമ്മൾ വെച്ചിട്ട് ഒരു 40 മിനിറ്റോളമായി. ഇതായിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ നമുക്കൊരു ടൂത്ത് പിക്ക് എടുത്ത് ഒന്ന് കുത്തി നോക്കണം. കുത്തി നോക്കുമ്പം ഇതുപോലെ കുഴപ്പമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ, പൊട്ടിപ്പിടിക്കുന്നില്ല, കുഴപ്പമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് എടുക്കാം. ഇത് ഒന്നുകൂടെ നമ്മൾ പുറത്തെടുത്ത് തണുക്കുമ്പോഴത്തേക്കൊന്ന് സെറ്റാവും. ചിലപ്പോൾ നമുക്ക് ആദ്യം നോക്കുമ്പം സെറ്റ് ആകാത്ത പോലെ തോന്നും. ഇപ്പം നല്ലോണം ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നല്ല ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. കേട്ടോ, നമ്മുടെ കേക്ക് കണ്ടോ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും വീട്ടിലൊന്ന് ട്രൈ ചെയ്യാം. നല്ല ഒന്നാന്തരം കേക്കാണ്. നല്ല ടേസ്റ്റ്. പ്രത്യേകിച്ച് ഇതിനകത്ത് മധുരങ്ങളൊന്നും ചേർത്തിട്ടില്ല. കാരണം ഇതിനകത്ത് തന്നെ മാക്സിമം ഒത്തിരി ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. നല്ല മധുരമുണ്ട് ഇതിനകത്ത്. പിന്നീട് നല്ലോണം തണുപ്പിച്ചതിന് ശേഷമായത് കട്ട് ചെയ്തെടുത്തത്. അല്ലെങ്കിൽ ചിലപ്പം നേരെ വരത്തില്ല അത് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ അതുപോലെ ചെയ്തു നോക്കുക, നല്ല രീതിക്ക് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്നു. ഇതുപോലത്തെ പുതിയ വീഡിയോകൾ ലഭിക്കാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോ നമ്മൾ കാണുന്നത് വരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.